സിറിയയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ബാഷർ അൽ അസദിനെ കൊലപ്പെടുത്താൻ ശ്രമമെന്ന് സൂചന. അസദിന് വിഷബാധയേറ്റതായി റിപ്പോർട്ട്. വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമം നടന്നെന്നാണ് വ്യക്തമാകുന്നത്. അവശനിലയിലായ അസദിനെ ആശുപത്രിയിലേക്ക് മാറ്റി. വിമതസേന സിറിയ പിടിച്ചതോടെ അസദും കുടുംബവും റഷ്യയിൽ അഭയം പ്രാപിച്ചിരുന്നു. അസദിന് വിഷബാധയേറ്റ കാര്യം ജനറൽ SVR എന്ന എക്സ് അക്കൌണ്ടിലൂടെയാണ് സ്ഥിരീകരിച്ചത്. റഷ്യയിലെ ഒരു മുൻ ചാരനാണ് എക്സിന്റെ ഉടമ. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ദേഹാസ്വാസ്ഥ്യവും ചുമയും ശ്വാസമുട്ടലും അനുഭവപ്പെട്ടത്. സുരക്ഷാ ഉദ്യോഗസ്ഥർ വെള്ളം നൽകിയെങ്കിലും അദ്ദേഹം അവശനിലയിലായിരുന്നു. ഡോക്ടർമാർ പരിശോധിച്ചതിലൂടെയാണ് ശരീരത്തിൽ വിഷാംശം കണ്ടെത്തിയത്. അസദിന് വിഷബാധയേറ്റെന്ന റിപ്പോർട്ടിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾ റഷ്യ നടത്തിയിട്ടില്ല. ഡിസംബർ 8-നാണ് അസദും കുടുംബവും റഷ്യയിലേക്ക് മാറിയത്. 3 മക്കൾക്കും ഭാര്യയ്ക്കുമൊപ്പം മോസ്കോയിൽ ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 2 പതിറ്റാണ്ടുകളായി സിറിയയെ ഭരിച്ചു നശിപ്പിച്ച തലവനാണ് ബാഷർ അൽ അസദ്. കൈനിറയെ പണവുമായാണ് പ്രസിഡന്റ് രാജ്യം വിട്ടത്. 1.6 ലക്ഷം കോടി രൂപയുമായാണ് ബാഷറും കുടുംബവും റഷ്യയിലേക്ക് എത്തിയത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.